ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മസ്തിഷ്ക മരണം, ദ ഫ്രാങ്കബറ്റിംഗ് ഓഫ് സൈമൺ മെമ്മറി. തിയേറ്ററിൽ 8 നില പൊട്ടി. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അത് കണ്ട് എൻ്റെ അമ്മോ, 2 മണിക്കൂർ 25 മിനിറ്റോളമാണ് ഈ സിനിമയുടെ ദൈർഘ്യം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇത് കോവിഡ് ടൈമിൽ മേടിച്ച ഫേസ് ഷീൽഡ് ഇപ്പോൾ മാറ്റി വെക്കാം. ഒരു വെറൈറ്റി തീമാണ് ഇവർ പിടിച്ചേക്കുന്നത്. ആ പരിപാടി കൊള്ളാം. ഇതിൻ്റെ ഡയറക്ടർ, റൈറ്റർ, എഡിറ്റർ കൃഷാന്ത്. പിന്നെ അതിനകത്ത് സ്റ്റാർ ചെയ്തേക്കുന്നത് എല്ലാവരുടെയും രജിഷ വിജയൻ എന്ന് പറയുമ്പം സാധാരണ ആക്ട്രസ് പോലല്ല രജിഷ വിജയൻ. പുള്ളിക്കാരി എടുക്കുന്ന സിനിമയായാലും ഇപ്പോൾ നോക്കിയാൽ മതി, പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന സിനിമ അവർ എടുക്കത്തുള്ളൂ. അപ്പോൾ 2000 കഴിഞ്ഞിട്ട് മലയാള സിനിമ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പെർഫോമൻസ് ചെയ്യാനല്ല, ഒരു പാട്ട്, പിന്നെ ഒരു നായകൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട് നടക്കാൻ ഒരു വെറുതെ തട്ടിക്കൂട്ടി ഒരു ക്യാരക്ടർ പോലെയാണ് ഇതുപോലെ ആക്ട്രസ്മാരെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് രജിഷ വിജയൻ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം രജിഷ വിജയനോട് ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതെല്ലാം പോയിട്ടുണ്ട്, അതേപോലെ വെറുപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാനിതൊരു മോശം സിനിമയായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് അവർ പിടിച്ചേക്കുന്നത്, ഇപ്പം നിങ്ങൾ ഗഗനാചാരിയും ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കണ്ടേന്നല്ലോ, ഒരു ഫാൻറ്റസി മൂഡ്. ഇത് 2046 നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഗഗനാചാരി എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം ട്രാവൽ ആ ഒരു ടൈമിൽ നടക്കുന്ന ഒരു സ്റ്റോറി. പക്ഷെ അത് നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അന്യഗ്രഹത്തിൽ നിന്ന് വരുമ്പോൾ കാർഫ്യൂ ഏർപ്പെടുത്തുന്നത്, അതൊക്കെ നമുക്ക് ചിരിക്കാനും എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഒരു കോമഡി ആണ് പിടിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ ആ കോമഡിയൊക്കെ ഇത് ചിരിക്കണോ വേണ്ടയോ, അത് ഇതെന്തോ അവർ കാണിച്ചത് മനസ്സിലാക്കിയിട്ട് ചിരിക്കാം, അങ്ങനെ ഒരു തോന്നലായിപ്പോയി. സിനിമോട്ടോഗ്രാഫി പ്രയാഗ് മുകുന്ദനാണ്. സിനിമോട്ടോഗ്രാഫിയും എഡിറ്റിങ്ങും പിന്നെ മ്യൂസിക് ഞാൻ അത്ര പറയുന്നില്ല. പക്ഷേ എഡിറ്റിങ് കാര്യങ്ങളും ഈ പരിപാടികളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാം, ഇത്രയും ടീം മതി. ഈ ഒരു ടീമിനെ നമുക്ക് മലയാളത്തിൽ ഒരു നല്ലൊരു ക്യാൻവാസ് എടുത്തിട്ട് നല്ലൊരു ആക്ടർമാരെയൊക്കെ എടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവരേണ്ട ഒരു ടീമുണ്ട്. ഇതേപോലെ ഒത്തിരി 2-3 സിനിമ ഞാൻ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരുമാതിരി പാളിപ്പോയിട്ടേ ഉള്ളൂ. വലിയ പാൻ ഇന്ത്യൻ ലെവലിൽ കൊണ്ടുവരാൻ പറ്റുന്ന ടീമൊക്കെ എടുത്തും പാളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ പെൻഡുലം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫ്രൈഡേ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള. അതിൻ്റെ ടീമും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എടുത്ത് കുളമാക്കി കളഞ്ഞു. അതേപോലെ നല്ലൊരു ടീമിനെ, പാൻ ഇന്ത്യൻ ലെവലിൽ എത്തേണ്ട ഒരു ടീമിനെ എടുത്ത് കുളമാക്കി കളഞ്ഞ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ മസ്തിഷ്ക മരണം എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ പെർഫോമൻസ് വെച്ച് എല്ലാവരും ബോറായിട്ടാണ് പെർഫോമൻസ് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു കോമഡി ആയിട്ട് നിന്നാലും എനിക്ക് ഒരു രീതിയിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു രീതിയിലും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ടീമിനെ ഞാൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ ടീമിനെ എത്രത്തോളം അവർ സിനിമയാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു രീതിയിലും. ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം AI ഗെയിമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം കണ്ണിൽ ഇത് വെച്ച് കളിക്കുന്നത്, നമുക്കൊരു ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ആ ഒരു പരിപാടി അതിനകത്ത് പിടിച്ചു വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഓരോരുത്തരുടെ മെമ്മറി വിൽക്കുന്നതും അത് വെച്ച് ഉള്ള ഒരു ഗെയിമിനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ രസകരമായിട്ട് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടോട്ട് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കൊന്നും എത്തിയിട്ടിരിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്യാൻവാസിൽ പാൻ ഇന്ത്യൻ ലെവലിൽ എടുക്കേണ്ട ഒരു സിനിമ. മലയാള സിനിമയൊക്കെ വേറെ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റിയ ടീമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെയോ കാണിച്ച് വെക്കുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ ദിവ്യപ്രഭ ഉണ്ട്, ജഗദീഷ് ഉണ്ട്, നന്ദു ഉണ്ട്. എൻ്റെ നായകനായിട്ട് വന്നേക്കുന്നത് നിരഞ്ജൻ മണിയമ്പിള്ള രാജുവാണ്, മണിയമ്പിള്ളയുടെ മോന്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്യാരക്ടർമാരെയൊക്കെ തട്ടിക്കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവസാനം ഒരു കോർട്ട് സീനൊക്കെ ഉണ്ട്. ഇപ്പോൾ 2046 ഒക്കെ ആകുമ്പോൾ അവിടെ കാലം മാറിപ്പോയി, റോബോട്ടിൻ്റെ സമയമൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം ശ്രീകണ്ഠൻ നായരുടെ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറഞ്ഞ പരിപാടിക്കകത്ത് കാണിക്കുന്നുണ്ടല്ലോ, കുഞ്ഞട്ടപ്പനോ അങ്ങനെയൊക്കെയുള്ള ഒരു AI ക്യാമറ, അതേപോലെയുള്ളൊരു സംഭവത്തിനെ ആ 2046 അവർ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അവസാനത്തെ കോർട്ട് സീനൊക്കെ ഉണ്ട്. കോർട്ട് സീനൊക്കെ കോമഡിയാണോ കാണിക്കുന്നത്, എന്തോ ചന്തപ്പരിപാടിയാണോ, എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിട്ടുണ്ട്. രജിഷ വിജയൻ്റെ ഒരു ഫൈറ്റൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഡൂപ്പൊക്കെ വെച്ച് നല്ലോണം ഒപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഡൂപ്പൊക്കെ വെച്ച്. അല്ലാതെ പറയാനും ഇത് കൂടാതെ ഈ പടത്തിന് അടുത്തൊരു പാർട്ടും കൂടെ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഇതൊക്കെ എനിക്ക് ഒരു രീതിയിലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു പടം. ചുമ്മാ സമയം വേസ്റ്റ്, 2.5 മണിക്കൂർ വേസ്റ്റ് ജീവിതത്തിൽ. അത്രയും എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. പക്ഷേ ടീം കൊള്ളായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത്.